കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ കിട്ടും. ഫോർ ഷുവർ, ഞാൻ ഗ്യാരണ്ടി പറയാം, ഫസ്റ്റ് ചാൻസിൽ കിട്ടും. നിങ്ങൾക്ക് അത്രയും പാഷൻ ഉണ്ട്, MBBS വേണമെന്ന് ആഗ്രഹമുണ്ട്, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഗിവൺ ഈ 3 കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അത്രയും പാഷനേറ്റ് ആണ് അബൌട്ട് മെഡിസിൻ, പഠിക്കാൻ അത്രയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാൻസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടുന്ന് തരുന്ന എല്ലാ എക്സാംസും അതിന്റെ സീരിയസ്നെസ്സോടെ കാണാം. MCQ എല്ലാം ചുമ്മാ എഴുതി വിടാം എന്നുള്ള ഇതിലല്ലാതെ സീരിയസ്നെസ്സോടെ കാണാം. ഓരോ ചാപ്റ്ററിനും പറ്റുന്ന മാക്സിമം MCQs സോൾവ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ നമ്മൾ നീറ്റ് എക്സാമിന് പേപ്പർ കൈ കിട്ടുന്ന സമയത്ത് നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻസ് മുമ്പ് ഒരു പ്രാവശ്യം കണ്ടതാണ് നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ ചെയ്താൽ ആൻസറിൽ എത്താം. പഠിത്തം മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് ഇവിടുന്ന് കുറെ ഫ്രണ്ട്സിനെ കിട്ടും. ഇവിടെ യൂണിഫെസ്റ്റ് സംഭവങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ ഫുൾ ടൈം സ്ട്രെസ് ആയി അയ്യോ പഠിക്കണല്ലോ അങ്ങനെ ഒരു മൈൻഡ് ഒന്നും വേണ്ട. ഫ്രീ ആയിട്ട് പഠിച്ചാൽ മതി. പഠിക്കാൻ തോന്നുന്ന സമയത്ത് നല്ലോണം വൃത്തിക്കിരുന്ന് പഠിക്കുക, നല്ല ടൈം ടേബിൾ ഉണ്ടാക്കുക, അങ്ങനെ പഠിക്കുക. ഫസ്റ്റ് നിങ്ങൾ കിട്ടത്തില്ല എന്നുള്ള സാധനം അങ്ങ് മാറ്റി വെച്ച് ഫസ്റ്റ് ചാൻസ് കിട്ടും, ഉറപ്പാണ് കിട്ടും. പഠിച്ചാൽ കിട്ടും. റിപ്പീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും സ്ട്രെസ്സും സ്ട്രെയിനും കുറവായി ഉറങ്ങി നിങ്ങൾക്ക് പഠിക്കാം. റിപ്പീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഉറക്കൊക്കെ ഒഴിവാക്കി പഠിക്കുമായിരുന്നു. അതിനൊന്നും ആവശ്യമില്ല. ഉറങ്ങി നല്ലോണം കൃത്യമായി 6 മണിക്കൂർ ഉറങ്ങി ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്ത് സമാധാനമായി സന്തോഷമായിട്ട് പഠിക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ +1 +2 ഭയങ്കര നമ്മളിങ്ങനെ എന്തോ അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. സന്തോഷമായി സമാധാനമായി പഠിക്കുക, റിവൈസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ നോക്കുക, ടീച്ചേഴ്സിനായിട്ട് നല്ല ഇതിൽ നിൽക്കുക, ഇപ്പോൾ പാരന്റ്സിനെ പറ്റി ആലോചിക്കുക, പഠിക്കുക, കിട്ടും.